സോ പോളൻ ട്യൂബ് ഓവറിയിൽ എത്തിക്കഴിഞ്ഞത് മൈക്രോപൈലാർ എൻഡിലൂടെയാണ് പോളൻ ട്യൂബ് ഓവറിയിലേക്ക് എത്തുന്നത്. സോ മൈക്രോപൈലാർ എൻഡിലൂടെ പോളൻ ട്യൂബ് ഓവറിയിലൂടെ അതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഓവ്യൂളിലേക്ക് കയറിയിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ നടക്കുന്നത്. ഇത് ഒരു സിനർജിഡിലൂടെയാണ് പോണതെന്ന് നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടു. വൺ ഓഫ് ദി സിനർജിഡിലൂടെയാണ് പോളൻ ട്യൂബ് എൻട്രി ചെയ്യുന്നത്. എവിടേക്ക്? നമ്മുടെ ഓവ്യൂളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഓവറിയുടെ ഓവ്യൂളിലേക്ക് എത്തുന്നത് സിനർജിഡിലൂടെയാണ്. സോ സിനർജിഡിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളത്. ഫിലിഫോം അപ്പാരറ്റസിലൂടെ ഗൈഡ് ചെയ്തിട്ടാണ് സിനർജിഡ് ഓവ്യൂളിലേക്ക്, ഓവറിയുടെ ഓവ്യൂളിലേക്ക് മെയിൽ ഗാമറ്റിനെ എത്തിച്ച് ഫെർട്ടിലൈസേഷൻ നടക്കാൻ അനുവദിക്കുന്നത്. ഈ എല്ലാ ഇവൻറ്റുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ. അപ്പോൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം, എന്താണ് പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ എന്ന് കൺക്ലൂഡ് ചെയ്യാം. പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പോളൻ ഡെപ്പോസിഷൻ ഓൺ ദ സ്റ്റിഗ്മ. സ്റ്റിഗ്മയിൽ പോളൻ ഡെപ്പോസിറ്റഡ് ചെയ്യുന്നു, റൈറ്റ് ടൈപ്പ് അല്ലെങ്കിൽ കമ്പാറ്റബിൾ ടൈപ്പ്. അതിനുശേഷം ഒരു പോളൻ ട്യൂബ്, കമ്പാറ്റബിൾ ആണെങ്കിൽ പോളൻ ട്യൂബ് ഗ്രോത്ത് ഉണ്ടാവുന്നു. ആ പോളൻ ട്യൂബ് ഓവ്യൂളിലേക്ക് എൻ്റർ ചെയ്യണം. സോ പോളൻ ഡെപ്പോസിഷൻ ഓൺ ദ സ്റ്റിഗ്മ തൊട്ട് സ്റ്റിഗ്മയിൽ എപ്പോൾ പോളൻ ഡെപ്പോസിറ്റ് ചെയ്തോ അവിടെ തൊട്ട് പോളൻ ട്യൂബ് ഗ്രോത്ത് ഫോം ചെയ്യണതും പോളൻ ട്യൂബ് ഓവ്യൂളിലേക്ക് എത്തണ വരെയുള്ള സ്റ്റെപ്പുകളെ വിളിക്കുന്ന പേരാണ് പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ. സോ സ്റ്റിഗ്മയിൽ പോളൻ റിലീസ് ചെയ്തു, അവിടെ നിന്ന് അത് പോളൻ ട്യൂബ് ജെർമിനേഷൻ വഴി പോളൻ ട്യൂബ് ഗ്രോത്ത് ഫോം ചെയ്യുന്നു. പോളൻ ട്യൂബ് എവിടെ എത്തുന്നു? ഓവ്യൂളിലേക്ക് എത്തുന്നു. ഇത്രയും സ്റ്റെപ്പുകളാണ് പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ. ജെർമിനേറ്റ് ചെയ്ത് തൊട്ട് ഓവ്യൂൾ വരെ എത്തുന്നതാണ് പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ. പോളൻ പിസ്റ്റലുമായി ഇൻറ്ററാക്ട് ചെയ്തു. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ തന്നെ അത്രയും സിമ്പിൾ പ്രോസസ്സല്ല, ഒരു ഡൈനാമിക് പ്രോസസ്സാണ്. എന്തൊക്കെയാണ് അവിടെ ഇൻവോൾവ് ചെയ്തിരുന്നത്? പോളനെ റെക്കഗ്നൈസ് ചെയ്യണം. സ്റ്റിഗ്മ അത് റൈറ്റ് ടൈപ്പ് ആണോ, റോങ് ടൈപ്പ് ആണോ, അഥവാ കമ്പാറ്റബിൾ ആണോ, ഇൻകമ്പാറ്റബിൾ ആണോ എന്ന് സ്റ്റിഗ്മ അതിനെ റെക്കഗ്നൈസ് ചെയ്യണം. സോ പോളൻ റെക്കഗ്നേഷൻ, അതിനുശേഷം അത് ഫോളോ ചെയ്യുന്നത് എന്തിനാണ്? കമ്പാറ്റബിൾ ആണെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ഇൻകമ്പാറ്റബിൾ ആണെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ പ്രൊമോഷൻ ഓർ ഇൻഹിബിഷൻ ഓഫ് എ പോളൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പോളൻ റെക്കഗ്നേഷൻ ബൈ ദ സ്റ്റിഗ്മ. സോ സ്റ്റിഗ്മ അതിൻ്റെ റൈറ്റ് ടൈപ്പിനെ റെക്കഗ്നൈസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്നു, റോങ് ടൈപ്പ് ആണെങ്കിൽ അതിനെ ഇൻഹിബിഷൻ നടത്തുന്നു. ഇത്രയുമാണ് പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ. ഇനി നോക്കിക്കഴിഞ്ഞാൽ പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ എങ്ങനെയാണ് നടക്കണേന്ന്, ഇതിൻ്റെ മെക്കാനിസം കറക്റ്റായിട്ട് അറിയുകയാണെങ്കിൽ ഒരു പ്ലാൻ ബ്രീഡറിന് ഇതിനെക്കുറിച്ചുള്ള നോളജ് നന്നായിട്ട് ഉണ്ടെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ആ പ്ലാൻ ബ്രീഡറിന് ഈ പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യാം, മാക്സിമം ആ പ്ലാൻ ബ്രീഡറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാം. അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കുകയാണെങ്കിൽ ഇൻകമ്പാറ്റബിൾ ആയിട്ടുള്ള പോളിനേഷൻ ആണെങ്കിൽ കൂടി ഒരു ഡിസൈർഡ് ആയിട്ടുള്ള അവർക്ക് ആവശ്യമുള്ളൊരു ഹൈബ്രിഡിനെ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷനെ കുറിച്ചുള്ള നോളജിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി നോക്കുകയാണെങ്കിൽ പ്ലാൻ ബ്രീഡർ നമ്മളിനി വരും ചാപ്റ്ററുകളിൽ പഠിക്കും. പ്ലാൻ ബ്രീഡർ എങ്ങനെയാണ് ഡിഫറെൻറ്റ് സ്പീഷീസുകളെ അല്ലെങ്കിൽ ജനറേനെയൊക്കെ കമ്പൈൻ ചെയ്ത് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്ത് ഒരു സുപ്പീരിയർ വെറൈറ്റീനെ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് കൊമേഴ്ഷ്യലി മാർക്കറ്റ് ചെയ്യണത് എന്നൊക്കെ പ്ലാൻ ബ്രീഡർ ചെയ്യുന്നത് ഈ പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷനും അതിൻ്റെ മെക്കാനിസത്തെക്കുറിച്ചുള്ള അറിവ് മൂലമാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പോളൻ ട്യൂബ് ഗ്രോത്ത് നടക്കുന്നത്? നമുക്കറിയാവുന്ന കുറച്ച് ഫ്ലവറുകൾ എടുക്കുകയാണെങ്കിൽ പി ആയിക്കോട്ടെ, ക്രോട്ടലേറി ആയിക്കോട്ടെ, ബാൽസം ആയിക്കോട്ടെ, വിങ്ക ആയിരിക്കട്ടെ, ഈ പറഞ്ഞ ഏതെങ്കിലും നമുക്കറിയപ്പെടുന്ന ചുറ്റും കാണുന്ന ഏതെങ്കിലും, അല്ലെങ്കിൽ ബാൽസം, വിങ്ക നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. പോളൻ ട്യൂബ് ജെർമിനേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ യൂസ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റലായുള്ള പ്ലാൻ മെറ്റീരിയലാണ് ബാൽസം, വിങ്ക. ഈ പറഞ്ഞ ഏതെങ്കിലും ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻസ് നമ്മൾ കുറച്ച് കളക്ട് ചെയ്തിട്ട് ഒരു ഗ്ലാസ് സ്ലൈഡിൽ അതിനെ ഡെപ്പോസിറ്റ് ചെയ്ത് ആ ഗ്ലാസ് സ്ലൈഡിൽ അതിൻ്റെ കൂടെ കുറച്ച് ഷുഗർ സൊല്യൂഷൻ, ഒരു 10% കോൺസെൻട്രേഷനിലുള്ള ഷുഗർ സൊല്യൂഷനും കൂടി അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു 15 to 30 മിനിറ്റ്സ് ആ ഗ്ലാസ് സ്ലൈഡിൽ ലീവ് ചെയ്ത് വയ്ക്കുക, ഒരു വെയിറ്റ് ചെയ്ത് വയ്ക്കുക. 15 to 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഈ ഗ്ലാസ് സ്ലൈഡ് നമ്മൾ മൈക്രോസ്കോപ്പിൽ ലോ പവറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓരോ പോളൻ ഗ്രെയിൻസിൽ നിന്നും പോളൻ ട്യൂബ് ഗ്രോത്ത് കാണാൻ പറ്റും.